വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് വലുപ്പമുള്ള നുറുക്ക് ഗോതമ്പല്ല. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഞാനിവിടെ 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത്. 1 മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് നല്ലപോലെ കുതിർത്തെടുത്താൽ മതിയാകും. ഞാനിവിടെ 2 മണിക്കൂർ നേരത്തേക്ക് ഇത് കുതിർത്തെടുത്തിട്ടുണ്ട്. നോക്കിത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിട്ട് കിട്ടണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ല. ഇത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഞാനിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഹോളുള്ള അരിപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ അമർത്തി അതിൽ നിന്നും പറ്റാവുന്നത്രയും നമുക്ക് പാലെടുക്കാം. എന്നിട്ട് ഈ ഒരു ബാക്കി വന്നത് നമ്മൾ വീണ്ടും മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിപ്പയിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം ഞാൻ മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നല്ല പോലെ തന്നെ പാലെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാലെടുത്ത് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇത് ചെറിയ അരിപ്പയിലേക്കൂടെ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ അരിപ്പയിലേക്കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നേർത്ത തുണിയുണ്ടെങ്കിൽ അതിലേക്കൂടെയോ അരിച്ചെടുക്കാവുന്നതാണ്. നല്ല നേർത്ത നുറുക്കോതമ്പിൻ്റെ പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഞാൻ ആദ്യം ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നല്ല അടികട്ടിയായിട്ടുള്ള പാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നു തുടങ്ങും. കുറച്ച് സമയം കഴിയും തോറും ഇത് നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വരും. ഏകദേശം 5 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പാകത്തിന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കട്ടിയായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കരപ്പൊടി ഒട്ടും തന്നെ അഴുക്കില്ലാത്തതാണ്. അതിൽ മണ്ണോ തരികളോ ഒന്നും തന്നെ ഇല്ല. അത് അറിയുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിലേക്ക് അഥവാ അഴുക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ശർക്കര ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പാനിയാക്കിയിട്ട് അതൊന്ന് അരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൊതുവേ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഇതുപോലെ കഴിച്ചു തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ശർക്കരയുടെ കുത്തൽ അല്ലെങ്കിൽ ഒരു മടുപ്പ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയും ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം ഞാനിത് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഞാൻ മൊത്തത്തിൽ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തു. അത് നല്ല പോലെ യോജിച്ച് വന്ന് ഏകദേശം 15 മിനിറ്റ് നേരം ആകുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നെയ്യ് ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി നല്ല പാകത്തിനായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ കട്ടിയായി വന്ന് തുടങ്ങുന്നുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ടുള്ള ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു അവസാനം ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് ആ ഒരു ഹൽവയുടെ ടെക്സ്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി ആ ഒരു സ്ട്രക്ചറൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സമയമാകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് പൊടിച്ച നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അത് നല്ല പോലെ സ്ട്രക്ചറൊക്കെ ഹോൾഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. ഈ ഒരു പാകമാകുമ്പോഴാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നേരത്തെ തന്നെ നെയ്യ് തടവിയിട്ട് കുറച്ച് എള്ളും കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ സ്പാറ്റിൽ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയിരിക്കുന്ന സ്പൂൺ ഉപയോഗിച്ചോ നിങ്ങൾക്ക് നല്ല പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അമർത്തി അമർത്തി പരത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എയർ ബബിൾസ് ഒക്കെ കയറി ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഞാനിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. പുറമേ തന്നെ വെച്ചാൽ മതി. മെല്ലെ ഇത് ചൂടാറട്ടെ. 3 മുതൽ 4 മണിക്കൂർ നേരം എടുക്കും ഇത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിൻ്റെ അരികുകളൊക്കെ ഇതുപോലെ വിടിയിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം കയ്യിലേക്ക് മെല്ലെ ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡായി കിട്ടും. ഒട്ടും പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. സാധാരണ ഹൽവ കഴിക്കണ പോലെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഹൽവ ഇരിക്കുക. അതിൽ ആ ഒരു ടൂട്ടി ഫ്രൂട്ടി ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു ഹൽവ. ജെല്ലിയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഹൽവ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഒരുപാട് ഹാർഡായിട്ടൊന്നും ഉള്ളതല്ല. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ പുറമേ വെച്ചോ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 2 ആഴ്ചയോളൊക്കെ കേടാകാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.